ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ജീവിക്കുന്ന ക്രിസ്തുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ക്രിസ്തുവിനെ കണ്ടെത്തിയ ഒരു അക്രൈസ്തവ സഹോദരൻ ഈശോയെ കണ്ടെത്തി അവന് വേണ്ടി മാത്രം ജീവിക്കുന്നു. കഴിഞ്ഞ 30 വർഷത്തോളമായി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുകയും അവിടെ താമസിക്കുകയും ചെയ്യുന്ന പ്രശസ്തനായ സുവിശേഷ പ്രഘോഷകൻ ശശി മാർട്ടിൻ അദ്ദേഹം കണ്ടെത്തിയ കർത്താവിനെക്കുറിച്ച്, അദ്ദേഹം അനുഭവിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മുടെ കൈ പങ്കുവയ്ക്കുന്നു. കരങ്ങളടിച്ച് നമുക്ക് അതിൻ്റെ വേദിയിലേക്ക് സ്വീകരിക്കാം. Praise the Lord. Hallelujah. 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 യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, യോഹന്നാൻ ശ്ലീഹ ലേഖനം എഴുതിയപ്പോൾ തൻ്റെ ആദ്യത്തെ ലേഖനത്തിൽ 1-ാം അധ്യായം 1-ാം വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും കേട്ടതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെക്കുറിച്ച് അറിയിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ അഥവാ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ജീവിക്കുന്ന ദൈവത്തെ അനുഭവിച്ച അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ എനിക്ക് ലഭിച്ച അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ ആദ്യമേ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഞാൻ ജനിച്ചു വളർന്നത് ഒരു തിരുവനന്തപുരം ജില്ലയിൽ വളരെ ആരും അറിയപ്പെടാത്ത ഒരു ഗ്രാമത്തിൽ ഞാൻ ജനിച്ചു വളർന്നു. എൻ്റെ വിദ്യാഭ്യാസം, വിവാഹം ഇതെല്ലാം ആ കാലഘട്ടത്തിൽ നടന്നു പോകുന്നു. എൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം എൻ്റെ ബിസിനസ്സിൽ ചില പരാജയങ്ങൾ സംഭവിക്കുവാൻ തുടങ്ങുന്നു. അത് ഒരു വിധത്തിലും വിജയത്തിൻ്റെ പാതയിൽ കൂടി വരാത്തത് കൊണ്ട് ഞാൻ മാനസികമായി അങ്ങനെ തകർന്ന് മുന്നോട്ട് പോകുമ്പോൾ വളരെ സാമ്പത്തികമായി വളരെ ഒരു പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുക്ക് കുറേ പൈസ ചോദിച്ചിട്ട് തരാത്തത് കൊണ്ട് എൻ്റെ മാതാപിതാക്കന്മാരോട് എപ്രകാരമെല്ലാം അവരെ വേദനിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ വേദനിപ്പിച്ചതിന് ശേഷം എൻ്റെ ഭാര്യയുമായി ഞാൻ ഇടുക്കി ജില്ല നെടുങ്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി താമസിക്കുകയാണ്. കാരണം എൻ്റെ ഭാര്യയുടെ ചില ആൾക്കാർ നെടുങ്കണ്ടത്ത് താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെടുങ്കണ്ടം എന്ന് പറയുന്ന ആ ഇടവകയിൽ വച്ചാണ്, ആ സ്ഥലത്ത് വച്ചാണ് എനിക്ക് യേശുവിനെ അനുഭവിക്കാൻ സാധിച്ചത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നെടുങ്കണ്ടത്ത് ഞാൻ പോയി താമസിച്ചിട്ടും എൻ്റെ സാമ്പത്തിക മേഖലയിലോ എൻ്റെ ബിസിനസ് ജീവിതത്തിലോ വലിയ മാറ്റമൊന്നും സംഭവിക്കാത്തത് കൊണ്ട് ഞാൻ വീണ്ടും മാനസികമായി തകർന്ന് 1991 മാർച്ച് മാസം 28-ാം തീയതി പെസഹ വ്യാഴാഴ്ച, അന്ന് എനിക്ക് ഈ ദിവസമോ പെസഹ വ്യാഴാഴ്ച എന്ന് പറയാൻ അറിയത്തില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് പറയുകയാണ്, ആ പെസഹ വ്യാഴാഴ്ച അന്ന് ഞാൻ മരിക്കുവാൻ വേണ്ടി വിഷം കഴിക്കുകയാണ്. ഞാൻ വിഷം കഴിച്ച് എൻ്റെ വീട്ടിൽ കിടന്നു. ഒരു 1/4 മണിക്കൂർ കിടന്നിട്ടും എന്നിൽ ഒരു മാറ്റം സംഭവിക്കാത്തത് കൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ടൗണിനടുത്തോട്ട് നടന്നു പോവുകയാണ്. നടക്കുന്ന വഴിക്ക് എനിക്ക് പെട്ടെന്ന് തലകറങ്ങുവാൻ തുടങ്ങി. ഒരു ആളൊഴിഞ്ഞ ഒരു കടയുടെ തിണ്ണയിൽ ഞാൻ കയറി കിടക്കുന്നു. പിന്നെ ഞാൻ കണ്ണ് തുറക്കുന്നത് പിറ്റേ ദിവസം ദുഃഖവെള്ളിയാഴ്ചയാണ്. കാരണം ഞാൻ നെടുങ്കണ്ടത്ത് പോയി താമസിച്ചത് കൊണ്ട് തന്നെ ഈ ദുഃഖവെള്ളിയാഴ്ചയുടെ പ്രത്യേകതയും ഇതൊക്കെ എനിക്കറിയാം. അപ്പോൾ ഈ ദുഃഖവെള്ളിയാഴ്ച നിന്ന് ഏകദേശം ഒരു 3 മണി സമയം ഒരു വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യത്തെ പിടിച്ച് നാം കരക്കിട്ടാൽ ആ മത്സ്യം എപ്രകാരം ശ്വാസത്തിന് വേണ്ടി കിടന്ന് പിടയുമോ അതുപോലെ ഞാൻ കിടന്ന് പിടയുമ്പോൾ എൻ്റെ കാതിൽ ഒരു സ്വരം ഞാൻ കേട്ടു: കർത്താവേ, ജീവൻ തിരിച്ചു തരണമേ. ഞാൻ പിന്നെ മനസ്സിലാക്കിയത് എൻ്റെ ഭാര്യ, അവർ അക്രൈസ്തവയായ എൻ്റെ ഭാര്യ വിളിച്ച വിളിയായിരുന്നു ആ കർത്താവെ ജീവൻ തിരിച്ചു തരണമേ എന്ന്. കാരണം പിന്നെ ഞാൻ മനസ്സിലാക്കുന്നു, ഞങ്ങളുടെ ഈ തകർച്ച, സമാധാനമില്ലാത്ത ജീവിതം ഇങ്ങനെ വന്നപ്പോൾ എൻ്റെ ഭാര്യ ഒരു മാഗസിനിൽ കൂടി യേശുവിൻ്റെ ആ രക്ഷാകര
പദ്ധതികളൊക്കെ വായിച്ച് മനസ്സിലാക്കുകയും എൻ്റെ ഭാര്യ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുകയും ചെയ്യുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത്. പ്രിയ സഹോദരങ്ങളെ, ഈ സ്വരം എൻ്റെ കാതിൽ വന്ന് കേൾക്കുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഞാൻ ശാന്തനാവുകയാണ്. ഇത് പറയുമ്പോൾ മരിക്കുവാൻ വേണ്ടി വിഷം കഴിച്ചിട്ട് അതിൽ പരാജയപ്പെട്ട ഒരു വ്യക്തിയുടെ മാനസിക അവസ്ഥ അല്ലായിരുന്നു എൻ്റെത്. എനിക്ക് എന്തെന്നില്ലാത്തൊരു സമാധാനം. ദിവസങ്ങൾ കഴിഞ്ഞു, എന്നെ ഡിസ്ചാർജ് ചെയ്തു. ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ആരോഗ്യപരമായിട്ട് ചില പ്രശ്നങ്ങൾ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എനിക്ക് വിശപ്പ് ഇല്ല, ഭക്ഷണം കഴിക്കുവാൻ സാധിക്കുന്നില്ല. വീണ്ടും ഇടുക്കി ജില്ല നെടുങ്കണ്ടം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്യുന്നു. 3 ഡോക്ടർമാർ മാറി മാറി പലവിധ മരുന്നുകൾ തന്നിട്ടും എൻ്റെ അസുഖം മാറുന്നില്ല. എന്ന് പറയുമ്പോൾ എനിക്ക് വിശപ്പെടുക്കുന്നില്ല, മറ്റ് അസുഖങ്ങളൊന്നും എനിക്ക് അപ്പോൾ ഇല്ല, എനിക്ക് ഭക്ഷണം കഴിക്കുവാൻ സാധിക്കുന്നില്ല. 17 ദിവസം ഞാൻ ഇപ്രകാരം മുന്നോട്ട് പോയി. ഈ സമയത്തൊക്കെ നെടുങ്കണ്ടം സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിലുണ്ടായിരുന്ന കരസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പ് അംഗങ്ങൾ എന്നെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് എന്നോട് പറയുന്നുണ്ട്, യേശുവിൻ്റെ രക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ സമയമെല്ലാം എനിക്കതിൻ്റെ ആവശ്യമില്ല. കാരണം എൻ്റെ മാതാപിതാക്കന്മാർ പകർന്നു തന്ന ഒരു ദൈവവിശ്വാസം എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ മാതാപിതാക്കന്മാർ പകർന്നു തന്ന ദൈവവിശ്വാസത്തിൻ്റെ പുറത്ത് മറ്റൊരു വിശ്വാസം കയറ്റി വയ്ക്കുവാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ അവർ പറഞ്ഞതൊക്കെ കേട്ടുവെങ്കിൽ പോലും ഞാൻ വിശ്വസിക്കുവാനോ അനുസരിക്കുവാനോ യേശുനാമം വിളിക്കുവാനോ ഞാൻ തയ്യാറായില്ല. എന്നാൽ വീണ്ടും വീണ്ടും എൻ്റെ ശാരീരിക അവസ്ഥ മോശമായപ്പോൾ വീണ്ടും അവർ സ്നേഹപൂർവ്വം എന്നോട് ഇങ്ങനെ പറഞ്ഞു, ശശി ഒരു കാര്യം ചെയ്യും, ആ പള്ളിയിൽ വന്ന് ഒന്ന് ഇരിക്കി, കർത്താവ് പ്രവർത്തിക്കും. അപ്പോൾ എൻ്റെ തൊട്ട അയൽപക്കത്ത് താമസിക്കുന്ന എൻ്റെ സഹോദരങ്ങളെപ്പോലെ സ്നേഹിക്കുന്ന വ്യക്തികളായതുകൊണ്ട് അവരെ വേദനിപ്പിക്കാതിരിക്കുവാൻ വേണ്ടി ഒരു ദിവസം നെടുങ്കണ്ടം സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിൽ ആ കരസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഞാൻ ആദ്യമായി കടന്നു ചെല്ലുകയാണ്. എൻ്റെ 32ാമത്തെ വയസ്സിൽ ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ കാലെടുത്ത് വയ്ക്കുന്ന ആദ്യത്തെ സംഭവം. എന്നെ കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില ആൾക്കാർ കസേര തന്നു. ശാരീരികമായി ക്ഷീണമുള്ളത് കൊണ്ടും പരസഹായം കൂടാതെ നടക്കുവാൻ സാധിക്കാത്തൊരവസ്ഥ ആയിരുന്നത് കൊണ്ടും അവരെന്നെ അവിടെ പിടിച്ചിരുത്തി. അവർ വീണ്ടും യേശുവിനെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ എന്നോടുമായി പങ്കുവച്ചു. ഞാൻ എല്ലാം കേട്ടു. അവസാനം ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലുണ്ടായിരുന്ന എന്നെപ്പോലെയുള്ള അൽമായ സഹോദരങ്ങളെന്ന് പറയുന്നവർ എനിക്ക് ചുറ്റും കൂടി നിന്നിട്ട് അവർ എനിക്ക് വേണ്ടി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ 32ാമത്തെ വയസ്സ് വരെയും ഇതുപോലൊരു പ്രാർത്ഥന ഞാൻ കേട്ടിട്ടില്ല. ഞാൻ നോക്കിയപ്പോൾ ഈ പ്രാർത്ഥിക്കുന്നവരുടെ ആരോരുമല്ലാത്ത ഞാൻ, അവർ ഞാനുമായി പരസ്പരം കണ്ടുമുട്ടിയ സ്നേഹബന്ധമല്ലാതെ മറ്റൊരു ബന്ധമില്ല. എന്നാൽ അപ്രകാരമുള്ള എനിക്ക് വേണ്ടി ഈ സഹോദരങ്ങൾ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നത് കേട്ടപ്പോൾ ഞാനും അറിയാതെ കരയുവാൻ തുടങ്ങി. അവർ യേശുവിനെ വിളിച്ചതുപോലെ എൻ്റെ ഉള്ളിൽ നിന്നും അറിയാതെ യേശുവേ 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 എന്ന് ഞാനും വിളിക്കുവാൻ തുടങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോൾ എനിക്ക് ശാരീരികമായി ക്ഷീണം കൂടി. ഞാൻ പറഞ്ഞു എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കുക. അവരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ക്ഷീണം കൊണ്ട് ഞാൻ കിടന്നൊന്ന് മയങ്ങി. മയക്കത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. 17 ദിവസം 3 ഡോക്ടർമാർ മാറി മാറി മരുന്നുകൾ തന്നിട്ടും അതെല്ലാം കഴിച്ചിട്ടും മാറാതിരുന്ന എൻ്റെ ഉദരസംബന്ധമായ അസുഖം പരിപൂർണമായും സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ എന്ന് പറയുമ്പോൾ 17 ദിവസങ്ങൾക്ക് ശേഷം, ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം
ഞാൻ ഭക്ഷണം കഴിച്ചു. എന്നെ ഡിസ്ചാർജ് ചെയ്തു. ഞാൻ വീട്ടിൽ പോയി. ഞാൻ വീട്ടിൽ പോയിട്ടും എനിക്കൊരു സ്വസ്ഥത കിട്ടുന്നില്ല. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചോദ്യചിഹ്നം. ഈ പ്രാർത്ഥനയുടെ ശക്തി എന്താണ്? എന്നെ സുഖപ്പെടുത്തിയ യേശു ആരാണ്? ഇതറിയുവാനുള്ള ഒരാകാംക്ഷ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉയർന്നു വരുവാൻ തുടങ്ങി. ദിവസങ്ങൾ, ആഴ്ചകൾ കഴിഞ്ഞപ്പോഴും ഈ ആകാംക്ഷയ്ക്ക് മാറ്റമില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ അയൽപക്കത്തെ വീട്ടിൽ, ക്രൈസ്തവ വീട്ടിൽ കടന്നു ചെന്നിട്ട് ഞാൻ പറഞ്ഞു, എന്നെ സുഖപ്പെടുത്തിയ യേശു ആരാണെന്ന് അറിയുവാൻ ആഗ്രഹമുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ വീട്ടിലുണ്ടായിരുന്ന സഹോദരങ്ങൾ എനിക്കൊരു ബൈബിൾ എടുത്തു തന്നിട്ട് പറഞ്ഞു, ഇത് വായിക്കുവാൻ പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ജനിക്കുന്നതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ഈ വിശുദ്ധ ബൈബിൾ ഞാൻ വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ദിവസങ്ങൾ, മാസങ്ങൾ കടന്നുപോയി. ജൂൺ മാസം 23-ാം തീയതി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ഒരു ധ്യാനം കൂടുവാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു. ആ ധ്യാനത്തിൽ കൂടി ഒത്തിരി അനുഭവ സാക്ഷ്യങ്ങൾ കേട്ടതും ദൈവത്തിൻ്റെ കൃപകൾ പല മക്കളും നിറയുന്നതും കണ്ടതും എനിക്കും യേശു ഏകരക്ഷകനാണ് എന്ന ഒരു ബോധ്യം ലഭിച്ചപ്പോൾ ആ ധ്യാന കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു. ഇനി ജീവിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ജീവിക്കുമെന്ന് ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനമനുസരിച്ച് അവിടെയുള്ള ആത്മീയ ഗുരുക്കന്മാർ പറഞ്ഞതനുസരിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥന കഴിഞ്ഞ്, ധ്യാനം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഇടവകയിൽ തിരിച്ചു ചെന്ന് വീണ്ടും ബൈബിൾ വായിക്കുവാൻ തുടങ്ങി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെയൊക്കെ സമയത്താണ് അവിടെ 13ാമത് ഹൈറേഞ്ച് മേഖല കൺവെൻഷൻ്റെ സമയത്ത് അവിടെയുള്ള പള്ളിയിൽ ഒരു അനുഭവ സാക്ഷ്യം പറയുവാൻ വേണ്ടി എന്നെ വിളിക്കുന്നു. ഞാൻ പോയി പരാജയപ്പെട്ടു മടങ്ങി. എന്ന് പറയുമ്പോൾ എന്നെ കൂടെ ഒന്നും പറയാൻ സാധിക്കുന്നില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെ മനോവേദനയിൽ വീണ്ടും മുന്നോട്ട് പോകുമ്പോഴാണ് 1992 ബഹുമാനപ്പെട്ട മാത്യു നേക്കമ്പറമ്പിലച്ഛനെ കാണുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛോ, ഞാനൊരു അക്രൈസ്തവനായിരുന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ഈ ബൈബിൾ വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അച്ഛൻ എന്നോട് പറഞ്ഞു തന്നു, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് ഈശോ നൽകിയ വാഗ്ദാനമാണ്, സഹായകനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അച്ഛൻ പ്രാർത്ഥന പഠിപ്പിച്ചു. പരിശുദ്ധാത്മാവേ, എന്നെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, എന്നെ ബോധ്യപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, എന്നെ സുഖപ്പെടുത്തണമേ. ഇങ്ങനെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട മാത്യു നേക്കമ്പറമ്പിലച്ഛൻ എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ കുറിച്ചെടുത്ത് ഈ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ ഞാൻ ആവർത്തിക്കുവാൻ തുടങ്ങി. ഈ പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലി വീണ്ടും ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, ഈ ബൈബിൾ വചനങ്ങൾ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി വായിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, ഞാൻ ജനിക്കുന്നതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ഈ വിശുദ്ധ ബൈബിൾ ഞാൻ 1992 ഞാൻ വായിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ അന്ന് എന്തെല്ലാം സംഭവിച്ചുവോ ഈ ബൈബിളിൽ ഞാൻ വായിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങൾ ചോദിക്കും ഏത് ഭാഗത്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്രകാരം മറുപടി പറയും. സങ്കീർത്തനം 107:17 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. അവരുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി.
അവർ സകല ഭക്ഷണ പദാർത്ഥങ്ങളെയും വെറുത്തു. അവർ മൃത്യുക വാർത്ത സമീപിച്ചു. അവരുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ച് തൻ്റെ വചനമയച്ച് അവരെ സുഖപ്പെടുത്തി വിനാശത്തിൽ നിന്നും വിടുവിച്ചു. ഞാൻ ചിന്തിച്ചു, എന്താണ് എൻ്റെ പാപം? എൻ്റെ 32-ാമത്തെ വയസ്സ് വരയ്ക്കും, അഥവാ ഈ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നതിന് മുമ്പ് വരെയും, പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുന്നതിന് മുമ്പ് വരെയും പാപം എന്താണ് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ഈ വിശുദ്ധ ബൈബിൾ ഞാൻ വായിച്ചപ്പോൾ എൻ്റെ പാപം ഈ വിശുദ്ധ ബൈബിളിൽ കൂടി ദൈവം എന്നെ പഠിപ്പിച്ചു. ദൈവം എന്നെ പഠിപ്പിച്ചത് 3 പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ദൈവം എന്നെ പഠിപ്പിച്ചു. ലൂക്ക 21:34 നാം ഇപ്രകാരം വായിക്കുന്നു: സുഖ ലോലുപത, മദ്യ ആസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോൽ വന്ന് വീഴാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. സുഖലോലുപത എൻ്റെ യൗവന നാളുകളിലും എൻ്റെ ജീവിതത്തിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷവും എൻ്റെ ജീവിത ലക്ഷ്യമെന്താ? എനിക്ക് സുഖിക്കണം. ശാരീരിക സുഖങ്ങൾക്ക് വേണ്ടി പ്രാധാന്യം കൊടുത്തൊരു ജീവിതം. അതിനുവേണ്ടി ഞാൻ തിരഞ്ഞെടുത്തത് എന്തുവാ? എൻ്റെ യൗവനത്തിൽ 16-17 വയസ്സ് പ്രായത്തിൽ കൂട്ടുകാരോടൊത്ത് സുഖത്തിന് വേണ്ടി തുടങ്ങി വച്ച പുകവലി, വല്ലപ്പോഴും കൂടി മദ്യപിക്കുന്ന ശീലം. എല്ലാ ദിവസവും ഇല്ല കേട്ടോ, വല്ലപ്പോഴും കൂടി കൂട്ടുകാരോടൊത്ത് തമാശയ്ക്ക് വേണ്ടി തുടങ്ങി വച്ച പുകവലിയും മദ്യത്തിൻ്റെ ഈ സുഖത്തിൻ്റെ ശീലങ്ങൾ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിൽ തകർച്ചയുണ്ടായപ്പോൾ, കഷ്ടപ്പാടുണ്ടായപ്പോൾ, സമാധാനമില്ലാത്തൊരവസ്ഥയുണ്ടായപ്പോൾ എന്തു പറ്റി? സുഖത്തിന് വേണ്ടി ഞാൻ തുടങ്ങി വച്ച ദുശീലങ്ങൾ എന്നെ അടിമപ്പെടുത്തുവാൻ തുടങ്ങി. എൻ്റെ സഹോദരങ്ങളോട് ഞാൻ ഇന്ന് പറയും, ഇന്ന് നിങ്ങളുടെ യൗവനത്തിൽ സുഖത്തിന് വേണ്ടി തുടങ്ങി വയ്ക്കുന്ന ആ ശീലങ്ങൾ ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് കുഴപ്പമില്ല എങ്കിൽ പോലും ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ ആ ദുശീലങ്ങൾ, ആ സുഖത്തിൻ്റെ ശീലങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തും. സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചത് കൊണ്ട് പറഞ്ഞെന്ന് മാത്രം. അപ്പം ഇപ്രകാരമുള്ള ദൈവവചനങ്ങൾ ദൈവം വെളിപ്പെടുത്തി തന്നപ്പോൾ വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ സാധിച്ചു. പള്ളിയിൽ പോകുവാൻ തുടങ്ങി, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, ബൈബിൾ വായിക്കുവാൻ തുടങ്ങി, അടുത്തുള്ള ക്രിസ്തീയ ഭവനത്തിൽ പോയിരുന്ന് സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കെടുത്ത് ജപമാല ചെല്ലുവാനും ജപമാല പ്രാർത്ഥിക്കുവാനൊക്കെ പഠിക്കുവാൻ തുടങ്ങി. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാഗ്രഹം, കൂദാശകൾ സ്വീകരിക്കണം. കാരണം ഞാനിപ്രകാരം ജീവിക്കുന്നു, യേശുവിൻ്റെ സാക്ഷിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, യേശുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം. ഞാൻ പഴയതുപോലെ പാപജീവിതത്തിൽ പോകുന്നില്ല. അപ്പോൾ എനിക്കും വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന ഒരാഗ്രഹം ഉണ്ടാകുന്നു. അതെൻ്റെ ഇടവ വികാരിയെ ഞാൻ അറിയിക്കുന്നു. അവിടെ എല്ലാം ബുദ്ധിമുട്ടുകൾ. ഞാൻ ഒറ്റ വാക്കിൽ പറയട്ടെ, ഈ കൂദാശകൾ സ്വീകരിക്കണമെന്ന എൻ്റെ ആഗ്രഹം ഞാൻ പരിശുദ്ധാത്മാവായി ദൈവത്തിന് വിട്ടുകൊടുത്തു. ഞാൻ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ, പരിശുദ്ധാത്മാവേ എൻ്റെ വികാരി അച്ഛനോട് സംസാരിക്കണമേ, ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. 10 മാസം ഞാൻ കാത്തിരുന്നു. അവസാനം 100 രൂപ മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം എനിക്കും കൂദാശകൾ സ്വീകരിക്കുവാൻ ഒരു ഭാഗ്യം ലഭിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നുവെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയും, ആ കൂദാശാസ്വീകരണത്തിൽ കൂടി എനിക്ക് ലഭിച്ച ദൈവകൃപയാണ് ഇന്നും ഈ വിശ്വാസ ജീവിതത്തിൽ എന്നെ പിടിച്ചു നിർത്തിയത്. കാരണം പിന്നെ എൻ്റെ ജീവിതത്തിൽ
സഹനങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ക്രൈസ്തവ ജീവിതം സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും മാത്രം ഒരു ജീവിതമാണ് എന്ന് ഞാൻ വിചാരിച്ചുവെങ്കിൽ അതോടൊപ്പം സഹനവുമുണ്ട് എന്ന് ദൈവം എന്നെ പഠിപ്പിച്ചു. മാസങ്ങൾ കഴിഞ്ഞു. ഞാൻ ചുമച്ചു തുപ്പുന്നതിൽ നിറം മാറ്റം തുടങ്ങി. വായിൽ കൂടിയും മൂക്കിൽ കൂടിയും ദുർഗന്ധം വമിക്കുവാൻ തുടങ്ങി. ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ മരുന്നുകൾ തരുവാൻ തുടങ്ങി. മാസങ്ങൾ മരുന്ന് കഴിച്ചു. യാതൊരുവിധ മാറ്റവുമില്ലാത്തത് കൊണ്ട് എൻ്റെ ശ്വാസകോശത്തിൽ ഒരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ തീരുമാനിക്കുന്നു. അതിനുവേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എന്നെ അയക്കുകയാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഒരു സാമ്പത്തിക തകർച്ചയുടെ നടുവിലാണ് ക്രിസ്തു അനുഭവം എനിക്കുണ്ടായെങ്കിൽ ആ സാമ്പത്തിക തകർച്ച ആ നിമിഷവും നിലനിൽക്കുന്നുണ്ട്. വെറും 50 രൂപ, 92 കാര്യമായി പറയുന്നത്, 92 വെറും 50 രൂപയുമായി നെടുങ്കണ്ടത്ത് നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഞാൻ ചികിത്സിക്കേണ്ടി പോകുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അവിടെ ചെന്ന് തൊറാസിക് സർജറി വിഭാഗത്തിലെ ഡോക്ടറിനെ കണ്ടു. ഡോക്ടറിൻ്റെയൊക്കെ ഞാൻ ഉള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അവിടെ എന്നെ അഡ്മിറ്റ് ചെയ്യുകയാണ്. ആ അഡ്മിറ്റ് ചെയ്ത് ഓപ്പറേഷന് മുന്നോടിയായിട്ടുള്ള പരിശോധനകൾ നടത്തിയപ്പോൾ ഡോക്ടർമാർ ഒരു കാര്യം തിരിച്ചറിഞ്ഞു: എൻ്റെ ശ്വാസകോശത്തിൽ ഓപ്പറേഷൻ നടത്തുവാൻ സാധ്യമല്ല. കാരണം എൻ്റെ ശ്വാസകോശത്തിൽ ക്യാൻസർ രോഗമാണ്. പ്രിയ സഹോദരങ്ങളെ, കേട്ടവരൊക്കെ തകർന്നു പോയി. ചില ആൾക്കാർ പരിഹസിച്ചു. എന്നാൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, എനിക്ക് ദൈവം നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ് എൻ്റെ ഇടവക ജനങ്ങൾ. നെടുങ്കണ്ടം സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിലുണ്ടായിരുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പ് അംഗങ്ങൾ, എൻ്റെ അയൽപക്കത്തുണ്ടായിരുന്ന സഹോദരങ്ങൾ ഈ വാർത്ത അറിഞ്ഞപ്പോൾ അവർ മുട്ടുമേൽ നിന്ന് രാത്രിയുടെ യാമങ്ങളിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഞാനും ഈ വാർത്ത അറിഞ്ഞു. വേദനയുണ്ടായി. എൻ്റെ കൈവശം ഞാൻ എപ്പോഴും ഒരു നിധി പോലെ സൂക്ഷിക്കുന്നതാണ് എൻ്റെ വിശുദ്ധ ബൈബിൾ. ഈ ബൈബിളാണ് എൻ്റെ സമ്പാദ്യം. ഞാൻ ആ അവസ്ഥയിലും കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടന്നുകൊണ്ട് ഞാൻ വിശുദ്ധ ബൈബിൾ തുറന്നപ്പോൾ അവിടെ വച്ച് ആ സാഹചര്യത്തിൽ ഈശോ എനിക്ക് തന്ന ഒരു വചനമുണ്ട്. മത്തായി 10:30. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളുടെ തലയിലെ മുടിയിഴകൾ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ വിലപ്പെട്ടവരാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു വചനം കിട്ടിയപ്പോൾ എൻ്റെ രോഗത്തെ ഓർത്തല്ല എനിക്ക് വേദന ഉണ്ടായില്ല. കാരണം എൻ്റെ തലമുടി ഇഴകൾ എണ്ണപ്പെട്ട ഒരു ദൈവം എനിക്കുണ്ടെങ്കിൽ ഞാൻ ആരെ ഭയപ്പെടണമെന്ന ഒരു ചിന്ത എനിക്കുണ്ടായി. മാത്രമല്ല, എൻ്റെ വിശ്വാസം ഇങ്ങനെ മാറി: എൻ്റെ ദൈവം അറിയാതെ, എൻ്റെ യേശു അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ടായി. ഈ വിശ്വാസത്തിൽ ഞാൻ കൂദാശകളിൽ കൂടി ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ആ രോഗാവസ്ഥയിലും സ്വീകരിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുമ്പോൾ കർത്താവ് എന്നെ സഹായിക്കുവാൻ വേണ്ടി ചില ആൾക്കാരെ അഭിഷേകം ചെയ്തു. എനിക്ക് ഭക്ഷണവും മരുന്നും വസ്ത്രവും വാങ്ങിത്തരുവാൻ വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്നും പ്രവർത്തിക്കുന്ന നവജീവൻ ട്രസ്റ്റ് പി.യു. തോമസിൽ കൂടി എനിക്ക് ആവശ്യമുള്ളതെല്ലാം എൻ്റെ കർത്താവ് നൽകി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ ദിവസങ്ങളിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എനിക്കൊന്നിനും ക്ഷാമമുണ്ടായില്ല. എന്നെ കർത്താവ് പരിപാലിച്ചു. മാത്രമല്ല, ഞാൻ പോലും അറിയാതെ അനവധി മക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥനയാണ് എൻ്റെ ജ്യേഷ്ഠ സഹോദരനായ അരവിന്ദാക്ഷ മേനോൻ ഈ കാര്യം അറിയുന്നു. അദ്ദേഹം ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടർമാരോട് സംസാരിക്കുന്നു.
ഡോക്ടർമാർ എൻ്റെ അവസ്ഥ പറയുന്നു. അദ്ദേഹം ചെന്ന് അന്ന് കോട്ടയം അതിരമ്പുഴയിൽ കാരീസ് ഭവൻ ധ്യാന കേന്ദ്രത്തിലുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ജെയിംസ് മഞ്ഞാക്കലച്ചനോട് എൻ്റെ കാര്യം പറയുകയാണ്. എൻ്റെ കാര്യം പറഞ്ഞു. കാരണം ഞാൻ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർമാർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, 2-3 ആഴ്ച കഴിയട്ടെ, നമുക്ക് നോക്കാം. ആ സമയമെല്ലാം വായിൽ കൂടിയും മൂക്കിൽ കൂടിയും ദുർഗന്ധം വമിക്കുവാൻ തുടങ്ങി. ഞാൻ കിടക്കുന്ന പരിസരത്ത് മറ്റാർക്കും വരാൻ പറ്റാത്ത അസഹ്യമായ ദുർഗന്ധം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് 1993 ഫെബ്രുവരി മാസം 28 ഞായറാഴ്ച മഞ്ഞാക്കലച്ചനും ടീം അംഗങ്ങളും ഹോസ്പിറ്റലിൽ കടന്നു വരുന്നു. ഈശോയുടെ നാമത്തിൽ അച്ഛൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ സമയം ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞില്ല, ഞാൻ മറ്റൊരു സത്യം തിരിച്ചറിഞ്ഞു. അതുവരെയും എൻ്റെ വായിൽ കൂടിയും മൂക്കിൽ കൂടിയും വന്നുകൊണ്ടിരുന്ന ദുർഗന്ധം നിന്നു, ശമിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പിറ്റേന്ന് തിങ്കളാഴ്ച ഡോക്ടർ വന്നു. എന്നെ പരിശോധിച്ചപ്പോൾ ഡോക്ടർക്ക് എന്തോ സംശയം തോന്നി. ഒരു സ്കാൻ ചെയ്യാൻ എഴുതി കൊടുത്തു. സ്കാൻ ചെയ്ത് റിപ്പോർട്ട് ഡോക്ടറിൻ്റെ വീട്ടിൽ കൊണ്ടു കൊടുത്തപ്പോൾ ആ റിപ്പോർട്ട് വായിച്ചിട്ട് ഡോക്ടർ താടിക്ക് കൈയും കൊടുത്തിരിക്കുക. കൊണ്ടുകൊടുത്ത് ഡോക്ടർ വ്യക്തി ചോദിച്ചു, എന്താ സാറേ ഒന്നും മിണ്ടാത്തത് ചോദിച്ചപ്പോൾ ആ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ശശി മാർട്ടിൻ്റെ ശ്വാസകോശത്തിലുണ്ടായിരുന്ന ക്യാൻസർ രോഗം പരിപൂർണമായും സുഖം പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, 1993 ഒക്ടോബർ മാസം 20 ശേഷം എന്ന് പറയുമ്പോൾ ഫെബ്രുവരി കഴിഞ്ഞിട്ട് ഡോക്ടർ 6 മാസം മരുന്ന് കഴിക്കുവാൻ പറഞ്ഞു. അത് ഞാൻ കഴിച്ചു. അതിനുശേഷം ഒക്ടോബർ 20 ശേഷം അപ്രകാരമുള്ള ഒരസുഖത്തിനും മരുന്ന് കഴിക്കാതെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഞാൻ ഈ 30 വർഷക്കാലവും യേശുവിൻ്റെ സാക്ഷിയായി ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ഇപ്പോൾ രോഗികളായിരിക്കുന്ന ഓരോ സഹോദരനും സഹോദരിയും തിരിച്ചറിയട്ടെ, യേശു എന്ന് പറയുന്ന ദൈവം നമ്മെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവേ, ഇപ്പോൾ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രോഗികളെ സുഖപ്പെടുത്തണമേ കർത്താവേ. ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന ക്യാൻസർ രോഗികളെ, ഉദര സംബന്ധമായ രോഗികളെ സുഖപ്പെടുത്തണമേ കർത്താവേ. നിരാശയിൽ കഴിയുന്ന മക്കളെ സുഖപ്പെടുത്തണമേ കർത്താവേ. ജീവിക്കുന്ന യേശു, ജീവിക്കുന്ന യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന കർത്താവേ, രോഗികളുടെ മേൽ കരങ്ങൾ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന. ഞാൻ ഇപ്രകാരം എൻ്റെ ഇടവകയിൽ ഞാൻ തിരിച്ചെത്തി റെസ്റ്റ് എടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് എൻ്റെ ഇടവകയിൽ ഇടവക ധ്യാനം നടക്കുക. ധ്യാനിപ്പിക്കാൻ കടന്നു വന്നത് ബഹുമാനപ്പെട്ട മൈക്കിൾ പനച്ചിക്കലച്ചനാണ്. ഞാൻ ആ ധ്യാനത്തിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് പിന്നെ ഈ വചനമെന്ന് പറയുന്നത് നിധിയാണ്. തിന്നാലും തിന്നാലും വായിച്ചാലും വായിച്ചാലും മതിവരാത്ത ഒരു അഭിനിവേശം ഈ ബൈബിളിനോട് എനിക്കുണ്ടായി. അതുകൊണ്ട് ബൈബിളിൽ പ്രസംഗം എവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ പോകുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വന്നു. ഞാൻ അങ്ങനെ മൈക്കിൾ പനച്ചിക്കലച്ചൻ നടത്തുന്ന ഇടവക ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ അനുഭവം ആരോ അച്ഛനോട് സൂചിപ്പിച്ചു. അച്ഛൻ എന്നെ വിളിച്ച് ആദ്യമായിട്ടും എൻ്റെ ഇടവകയിൽ നെടുങ്കണ്ടം സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ എനിക്ക് അവസരം തന്നു. ഹല്ലേലൂയ. ഞാൻ ആദ്യമായിട്ട് സാക്ഷ്യം പറയുന്നത് എൻ്റെ ഇടവകയിലാണ്. അത് കഴിഞ്ഞ് നെടുങ്കണ്ടം മാർക്കറ്റിൽ പരസ്യമായി ഞാൻ യേശുവാണ് ഏകരക്ഷകൻ എന്ന് പ്രസംഗിക്കുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്തു. അതോടുകൂടി പതുക്കെ പതുക്കെ ശുശ്രൂഷാ ജീവിതത്തിൽ എന്നെ കർത്താവ് കൈക്ക് പിടിച്ച് ഉയർത്തുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുമെന്നും ഞാൻ ബൈബിൾ പ്രസംഗിക്കുമെന്നും. ഇതൊക്കെ എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത കാര്യമാണ്.
എന്നാൽ ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ ഞാൻ 2-3 ധ്യാന കേന്ദ്രങ്ങളിൽ ഒരേ സമയം ശുശ്രൂഷയ്ക്ക് പോകുവാൻ തുടങ്ങി. ഈ വാർത്ത ബഹുമാനപ്പെട്ട പനക്കലച്ചൻ അറിയുകയാണ്. തൊടുപുഴയുള്ള സീന ചാക്കോച്ചേട്ടൻ എന്നെ അച്ഛന് പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ 1993 മുതൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ ശുശ്രൂഷകനാകുന്നു. ആ സാക്ഷി ശുശ്രൂഷ 95 വചനപ്രഘോഷണ മേഖലയിലേക്ക് ദൈവം എന്നെ ഉയർത്തുന്നു. 97 ആയപ്പോഴേക്കും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഔട്ട്റീച്ച് കൺവെൻഷൻ്റെ കോർഡിനേറ്ററായി കർത്താവിനെ ഉയർത്തുന്നു. 2000 ആയപ്പോഴേക്കും എന്നെപ്പോലെ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന സഹോദരങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും വളർത്തിയെടുക്കുവാനുമുള്ള ശുശ്രൂഷയുടെ ഉത്തരവാദിത്വങ്ങൾ ബഹുമാനപ്പെട്ട പനക്കലച്ചൻ എന്നെ ഏൽപ്പിക്കുകയാണ്. അപ്പം ഈ ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ വന്നപ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വേദന കിടപ്പുണ്ട്. ആ വേദന മറ്റൊന്നുമല്ല, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, എൻ്റെ മാതാപിതാക്കന്മാരെ ഞാൻ ഒത്തിരി വേദനിപ്പിച്ചു. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നെ നിരന്തരം പ്രേരിപ്പിക്കുന്നുണ്ട്, മാതാപിതാക്കന്മാർക്ക് പോയി കാണണം, ക്ഷമ ചോദിക്കണം. എന്നാൽ ആ ചിന്ത വരുമ്പോൾ തന്നെ ഒരു ഭയം എന്നെ വേട്ടയാടുന്നു. കാരണം എൻ്റെ അച്ഛൻ എനിക്കെതിരെ പോലീസിൽ കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛൻ പോലീസിൽ കേസ് കൊടുക്കുമോ, അച്ഛൻ ക്ഷമിക്കുമോ, ഇങ്ങനെയുള്ള നിരവധി സംശയങ്ങളായതുകൊണ്ട് ഈ ക്ഷമ ചോദിക്കൽ പ്രക്രിയ നീണ്ടു പോവുകയാണ്. അവസാനം ഞാൻ എൻ്റെ ഇടവകയിലുള്ള ചില സഹോദരങ്ങളുമായി ഇത് പങ്കുവച്ചപ്പോൾ അവർ പറഞ്ഞു, ബ്രദറെ പോണം, നമുക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞാനും എൻ്റെ ഇടവകയിലുള്ള ചില സഹോദരങ്ങളൊക്കെ ഈ നിയോഗം വെച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒരു ദിവസം ഞാൻ ഈശോയുടെ നാമത്തിൽ ഞാൻ പോകുകയാണ്. ഞാൻ പോയപ്പോഴും എനിക്കൊരു പ്രാർത്ഥനയുണ്ട്, പരിശുദ്ധാത്മാവെ സഹായിക്കണം, പരിശുദ്ധാത്മാവെ എൻ്റെ അച്ഛനിൽ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആ പ്രാർത്ഥന ദൈവം കേട്ടു. ഞാൻ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ജന്മം നൽകിയ എൻ്റെ അച്ഛനെ പോയി കണ്ടു, അമ്മയെ പോയി കണ്ടു. അവരെന്നെ സ്വീകരിച്ചു, അവരെ അനുഗ്രഹങ്ങൾ ഞാൻ സ്വീകരിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ അനുഭവങ്ങൾ മൊത്തത്തിൽ അവരോട് പറഞ്ഞപ്പോൾ അവർ പ്രത്യേകം എന്നെ ശ്രദ്ധിച്ചു. കാരണം എൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ അവർക്ക് കാണുവാൻ സാധിച്ചു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആ ശുശ്രൂഷ ജീവിതം മുന്നോട്ട് പോകുവാൻ തുടങ്ങി. അങ്ങനെ ആത്മീയ ജീവിതത്തിൽ ഞാൻ എത്രത്തോളം വളർന്നു എന്ന് ഞാൻ പറയുന്നുവോ അതനുസരിച്ച് വീണ്ടും സഹനത്തിൻ്റെ തീച്ചുളയിൽ കൂടി എന്നെ കർത്താവ് കടത്തിവിട്ടു. കാരണം ബൈബിൾ പഠിപ്പിക്കുന്ന ഹെബ്രായ ലേഖനം 12:6 നാം ഇങ്ങനെ വായിക്കുന്നു, താൻ സ്നേഹിക്കുന്നവനെ കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ ആ പ്രഹരം വലിയൊരു പ്രഹരമായിരുന്നു. കാരണം എന്നെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥ, ഒത്തിരി വേദനകൾ, ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ തന്നെ സ്വയം ഒരു തീരുമാനമെടുക്കുകയാണ്. കാരണം ഞാൻ ഇവിടെ ജെറമ്യാ പ്രവാചക പുസ്തകത്തിൽ വായിച്ച വചനമുണ്ടല്ലോ, സമാധാനം ഇല്ലാതിരിക്കേ സമാധാനം സമാധാനമെന്ന് വിളിച്ചു പറയുന്നവന് ഹാ ദുരിതം. ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സമാധാനമില്ലാതെ സമാധാനത്തിന് സുവിശേഷം പ്രസംഗിക്കുവാൻ എനിക്കെങ്ങനെ സാധിക്കും? ഞാൻ പതുക്കെ എൻ്റെ ശുശ്രൂഷ ജീവിതം ഞാൻ നിർത്തിവെച്ച് ഞാൻ പ്രാർത്ഥനയിൽ ഞാൻ വ്യാപരിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥനയിൽ കൂടി ഞാൻ മുന്നോട്ട് പോകുവാൻ തുടങ്ങി. ഈ സമയത്ത് 2 പുസ്തകങ്ങളൊക്കെ എഴുതുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചു. അനേക മക്കളെ വ്യക്തിപരമായിട്ട് ആത്മീയമായി നേടിയെടുക്കുവാൻ സഹായിച്ചു. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ 2013 ആണോ 14 വ്യക്തവർഷം ഞാൻ ഓർക്കുന്നില്ല, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ഒരു പവർ കോൺഫറൻസ് സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ ആ പവർ കോൺഫറൻസിൽ ഞാൻ പങ്കെടുത്തപ്പോഴാണ് അതിൽ വച്ച് ബഹുമാനപ്പെട്ട ബെന്നി പുന്നത്തറ ഒരു തിരുവചനം പറഞ്ഞു. ആ തിരുവചനമാണ് സത്യമായും ഇന്ന് വീണ്ടും എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ കയ്യിൽ ഒത്തിരി ചോദ്യചിഹ്നമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുക്കപ്പെട്ടവർ ചെയ്യേണ്ടത് ചെയ്തില്ല എങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. എന്നിട്ട് ദാനിയേലിന്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ
35 വാക്യം വിശദീകരിച്ചിട്ട് പറഞ്ഞു, ജ്ഞാനികളിൽ പലരും വീഴും. ഇത് അവസാന നാളുകളിലേക്ക് ആത്മാക്കളെ നേടുവാൻ വേണ്ടിയാണ്. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഇന്ന് ചില ആൾക്കാർ ഇവിടെ ചോദ്യചിഹ്നങ്ങളുമായി ഇരിക്കുന്നു. ദൈവം ആരോടും നേരിട്ട് വന്ന് സംസാരിക്കില്ല, ഇതുപോലെയാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ആഹ്വാനം നടത്തുകയാണ്. ശുശ്രൂഷ ജീവിതം അവസാനിപ്പിച്ചവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ശുശ്രൂഷകൾ ആരംഭിക്കണം. ഈ വചനം കേട്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ഞാൻ ആ ധ്യാനം കോർഡിനേറ്റ് ചെയ്ത സന്തോഷിയോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? അദ്ദേഹം ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തി പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു, ശശി മാർട്ടിൻ എവിടെ വെച്ച് ശുശ്രൂഷ അവസാനിപ്പിച്ചോ അവിടെ പോയി തുടങ്ങാൻ പറഞ്ഞു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അതിന് അവസരമെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുക്കി. അങ്ങനെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ബഹുമാനപ്പെട്ട പനക്കിളച്ചനോട് ചേർന്ന് വീണ്ടും ശുശ്രൂഷ ഞാൻ ചെയ്യാൻ ആരംഭിച്ചു. ആ സമയത്താണ് കൊറോണ വരുന്നത്. ഫസ്റ്റ് കൊറോണ വന്നപ്പോൾ എനിക്കും കൊറോണ ബാധിച്ചു. കൊറോണയോട് ബാധിച്ചിട്ടും മാരകമായി മാറിയൊന്നുമില്ല. 23-ാം സങ്കീർത്തനം ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ച് കാത്തിരുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടി കടന്നു പോയാലും കർത്താവ് എൻ്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടില്ല. എനിക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പവും സംഭവിച്ചില്ല. എന്നാൽ അതിൻ്റെ സൈഡ് എഫക്റ്റായി വയറ്റിൽ വീണ്ടും പ്രശ്നങ്ങൾ ആരംഭിച്ചു. ഡോക്ടറിന് പോയി കണ്ടു. ഡോക്ടർ എൻഡോസ്കോപ്പി പറഞ്ഞു, മരുന്നിൻ്റെ നീണ്ട ലിസ്റ്റ് തന്നു. ഞാൻ വാഹനത്തിലിരുന്ന് വീണ്ടും കരഞ്ഞു. എന്തറിയാമോ, സാമ്പത്തികമായി ഒന്നുമില്ല, സഹായിക്കാൻ ആരോരുമില്ലാത്ത ഒരവസ്ഥയിൽ കൂടി കർത്താവെ ഞാൻ വീണ്ടും കടന്നു പോകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ വാഹനത്തിലിരുന്ന് ഞാൻ കരയുമ്പോൾ, എൻ്റെ പ്രിയ സഹോദരങ്ങൾ ഓർക്കണം, ഞാൻ കരയുമ്പോൾ പെട്ടെന്ന് എൻ്റെ മൊബൈൽ ഫോൺ ശബ്ദിക്കുകയാണ്. ആ മൊബൈൽ ഫോൺ ശബ്ദിച്ച് ഞാൻ മൊബൈൽ ഫോൺ എടുത്തപ്പോൾ എൻ്റെ പഴയ സുഹൃത്താണ്. അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയ ചിന്ത ഇങ്ങനെയാ, കർത്താവെ ശുശ്രൂഷ ജീവിതം നയിക്കുന്നവർക്ക് ഇപ്രകാരമുള്ള പ്രതിസന്ധി വന്നിട്ട് ഈ കൊറോണ കാലഘട്ടത്തിൽ ആരും എങ്ങനെ ജീവിക്കുന്നു എന്ന് പോലും അന്വേഷിക്കാൻ ആരുമില്ലല്ലോ എന്ന ഒരു വേദനയിൽ കൂടി കടന്നുപോയപ്പോൾ ഈ സുഹൃത്ത് എന്നെ വിളിച്ച് ചോദിക്കുക, ശശി മാർട്ടിൻ ബ്രദറെ എങ്ങനെ പോകുന്നു കാര്യങ്ങൾ? ഞാൻ പൊട്ടിക്കരഞ്ഞു. കാരണം എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ആ സ്വരം, ഞാൻ എന്ത് ആഗ്രഹിച്ചുവോ അതേ വാക്ക് ആ മകനിൽ കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ചോദിച്ചു, ശശി മാർട്ടിൻ ബ്രദറെ എങ്ങനെ പോകുന്നു കാര്യങ്ങൾ? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞപ്പോൾ എനിക്ക് ആവശ്യമുള്ള സമ്പത്ത് അരമണിക്കൂറിനകം ആ മകനിൽ കൂടി ദൈവം എനിക്ക് തന്നു. ആ മകൻ തന്നു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ദൈവം എനിക്ക് തന്നു. ഞാൻ ഇപ്പോൾ ഇത് പറയാൻ കാരണം എന്താ? ദൈവത്തിൻ്റെ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും ദൈവത്തിൻ്റെ പരിപാലന നഷ്ടപ്പെടുകയില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പ്രശ്നങ്ങൾ ഉണ്ടാകും, രോഗങ്ങൾ ഉണ്ടാകും, തകർച്ചയുണ്ടാകും, കഷ്ടപ്പാടുണ്ടാകും. എന്നാൽ ഇതുണ്ടാകുമ്പോൾ നാം യേശുവിൻ്റെ കൂടെ നിന്നാൽ, യേശു ക്രിസ്തുവിൻ്റെ പരിപാലന പിൻവലിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതാ. ഈ അനുഭവത്തിൽ കൂടി ഞാൻ മുന്നോട്ട് പോകുമ്പോഴാണ് പല പ്രാവശ്യം ഞാൻ വായിച്ച ഒരു വചനം എന്നെ വീണ്ടും വെട്ടാൻ തുടങ്ങി. 1 തിമോത്തി 5:8 വചനമാണ്. ആ വചനം ഇങ്ങനെ പറയുന്നു, ഒരുവൻ തൻ്റെ സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് തൻ്റെ കുടുംബത്തിലുള്ളവരുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരുന്നാൽ അവൻ അവിശ്വാസിയേക്കാൾ നീചനാണ്. ഞാൻ ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ പെങ്ങള്, എൻ്റെ അളിയൻ
എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അവരുമായി എനിക്ക് യേശുവിനെ പങ്കുവയ്ക്കാൻ സാധിച്ചില്ല. ഞാൻ ലോകം മുഴുവനും വചനം പ്രസംഗിച്ചിട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ സഹോദരങ്ങളോട് യേശുവിനെ പ്രസംഗിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന വേദന, ഞാൻ ആ വേദനയും പരിശുദ്ധാത്മാവിന് സമർപ്പിച്ചു. പരിശുദ്ധാത്മാവേ, എൻ്റെ പെങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവേ, എൻ്റെ അളിയനോട് സംസാരിക്കണമേ. ഇങ്ങനെ ഞാൻ ചാലക്കുടി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഞാൻ ഇവരെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി 21 എൻ്റെ കുടുംബത്തിൽ ഒരു വിവാഹം നടക്കുന്നു. നീണ്ട 25 വർഷക്കാലം കുടുംബത്തിലെ ഒരു കാര്യങ്ങൾക്കും വിളിക്കാത്ത എന്നെ ഈ ഫെബ്രുവരിയിൽ വിവാഹത്തിന് വിളിക്കുന്നു. ആ വിവാഹവേദിയിൽ വെച്ച് എൻ്റെ പെങ്ങളുമായും അളിയനുമായും സ്നേഹം പങ്കുവയ്ക്കാൻ തുടങ്ങുന്നു. ഞാൻ ചുരുക്കി പറയട്ടെ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇന്ന് എൻ്റെ പെങ്ങളും എൻ്റെ അളിയനും അവരുടെ 3 മക്കളും അടങ്ങുന്ന 11 പേരടങ്ങുന്ന കുടുംബം യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല, എന്നോട് അവർ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് ഞാൻ ബൈബിൾ കൊണ്ട് കൊടുത്തു. ആ ബൈബിൾ വായിച്ച് ഇന്ന് അവരും യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നു. എങ്കിൽ ഒരു കാര്യം ഓർക്കുക, അപ്പസ്തോല പ്രവർത്തനം 16:31, കർത്താവായ യേശുവിൽ നീ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണുകളങ്ങ് അടച്ചോ സഹോദരങ്ങളെ. സത്യമായും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് യേശു. നിങ്ങൾക്ക് സംശയം വേണ്ട, ദൈവം വിശ്വസ്തനാണ്. ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നമുണ്ടാകട്ടെ, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടി കടന്നു പോകേണ്ടി വന്നാലും എൻ്റെ കൈകളിൽ എൻ്റെ കർത്താവ് പിടിക്കുമെന്ന് പറഞ്ഞാൽ പിടിക്കുക തന്നെ ചെയ്യും. ആ ഒരു വിശ്വാസത്തിലേക്ക് നമ്മളിപ്പോൾ കടന്നു വരട്ടെ. നമ്മുടെ രോഗങ്ങളാകട്ടെ, നമ്മുടെ പ്രശ്നങ്ങളാകട്ടെ, എന്ത് തന്നെയായിരുന്നാലും എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ ചോദിച്ചില്ലേ, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? ദൈവത്തെ നമ്മുടെ പക്ഷത്ത് നിർത്താത്തതല്ലേ നമ്മുടെ പരാജയത്തിന് കാരണമെന്ന് നമ്മൾ ചിന്തിക്കണം. ഞാൻ പലപ്പോഴും പരാജയപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവത്തെ എൻ്റെ പക്ഷത്ത് നിർത്താതെ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം മുന്നോട്ട് പോയപ്പോഴാണ് ഞാൻ പരാജയപ്പെട്ടത്. എൻ്റെ ആത്മീയ ഗുരുക്കന്മാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ തൻ്റെ ഇഷ്ടപ്രകാരം പോയപ്പോൾ ഞാൻ പരാജയപ്പെട്ടു, എനിക്ക് വീഴ്ചകൾ സംഭവിച്ചു. എങ്കിൽ ഓർക്കുക, ദൈവം വിശ്വസ്തനാണ്. ആ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. അവിടുന്ന് ചോദിക്കുന്നു, ഞാൻ സകല മനുഷ്യരുടെയും ദൈവമായ കർത്താവല്ലേ, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? കൈകൾ ഉയർത്താം സഹോദരങ്ങളെ, ഉയർത്തുക. 91 ഞാൻ നെടുങ്കണ്ടൻ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എങ്ങനെ ഹൃദയം വിങ്ങിയോ അതേ അവസ്ഥ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കരങ്ങൾ ഉയർത്തി ഹൃദയം നുറുങ്ങി ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? ആ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കാമോ? യേശുവേ, യേശുവേ ഒന്ന് വിളിക്കാമോ സഹോദരങ്ങളെ? യേശുവേ, യേശുവേ എന്ന് വിളിക്കാമോ? കർത്താവേ, അങ്ങനെ നാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ക്യാൻസർ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. കടഭാരമുള്ളവർക്ക് സൗഖ്യം കൊടുക്കണമേ കർത്താവേ. ഈശോയെ, യുവതിയുവക്കന്മാരെ അഭിഷേകം ചെയ്യണമേ. ഓ എന്റെ ദൈവമേ, ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയവർക്ക് വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈയടിച്ച് പാടിയാൽ